Hello everyone, I am Karunagaran. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ സെമസ്റ്റർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അക്കാഡമിക് കലണ്ടർ പബ്ലിഷ് ചെയ്യുന്നു. സ്ട്രിക്റ്റായി ആ അക്കാഡമിക് കലണ്ടർ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ബിടെക് പഠനം 4 വർഷം, S1 to S8 8 സെമസ്റ്ററുകൾ, S1 S3 S5 S7 ഈ സെമിസ്റ്ററുകളെ ഓഡ് സെമിസ്റ്ററുകൾ എന്നാണ് പൊതുവെ നിങ്ങൾ കോളേജിൽ ആ പേരിലാണ് അറിയപ്പെടുക. S2 S4 S6 S8 ഈ സെമിസ്റ്ററുകളുടെ ഈവൻ സെമിസ്റ്ററുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. KTU അതിൻ്റെ കീഴിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ക്ലാസ് തുടങ്ങിയത്, ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? October 19 തന്നെ തുടങ്ങി കഴിഞ്ഞിരുന്നില്ലേ? 9/9/2024 കറക്റ്റായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. ആനുവൽ സ്പോർട്സ് മീറ്റ്സ് ആസ് പെർ ദ കലണ്ടർ നടക്കുന്നത് 26/10/2024 നടക്കുക. 2 സീരീസ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഫസ്റ്റ് സീരീസ് ടെസ്റ്റ്, അത് ക്ലാസ് ടെസ്റ്റിന് സീരീസ് ടെസ്റ്റ് എന്നാണ് KTU ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പറയുക. ഫസ്റ്റ് സീരീസ് ടെസ്റ്റ് 4/11/2024 മുമ്പേ കഴിഞ്ഞിരിക്കും എല്ലാ കോളേജുകളിലും. അതുപോലെ തന്നെ സെക്കൻഡ് സീരീസ് ടെസ്റ്റ് 13/12/2024 മുമ്പേ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും 13/12 മുമ്പേ സെക്കൻഡ് സീരീസ് ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ മാർക്ക് KTUയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയും. പിന്നെ ഫസ്റ്റ് സെം കഴിയുന്നത് 20, നിങ്ങളുടെ ഇപ്പോഴത്തെ സെമസ്റ്റർ കഴിയുന്നത് December 20th December 20th മുതൽ 30th വരെ ആ സ്റ്റഡി ഹോളിഡേയ്സ് കാണും. അത് കഴിഞ്ഞാൽ ബിടെക് എക്സാമിനേഷൻ, ആദ്യ സെമസ്റ്റർ എക്സാമിനേഷൻ S1 എക്സാമിനേഷൻ നടക്കുന്നത് December 31st സെമസ്റ്ററിൻ്റെ എക്സാം തുടങ്ങുന്നത്. ഫസ്റ്റ് സെം, അതായത് എല്ലാ ഓഡ് സെമസ്റ്ററിലും എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോളിഡേയ്സ് കാണില്ല. 31st എക്സാം തുടങ്ങി, അത് കഴിഞ്ഞ് ലാബ് എക്സാമിനേഷൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് January 20th തന്നെ S2ൻ്റെ ക്ലാസ് തുടങ്ങി കഴിയും. S2 കഴിഞ്ഞാൽ, അതായത് ഈവൻ സെമസ്റ്റർ കഴിഞ്ഞാൽ അപ്പോൾ S2 S4 S6 ഈ സെമസ്റ്ററുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 months സമ്മർ വെക്കേഷൻ ഹോളിഡേയ്സ്. അപ്പോഴാണ് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന് പോകുന്നത്. ആ S2 S4 S6 പഠിക്കുന്ന കാലത്ത് തന്നെ അവർ കമ്പനികളെ സമീപിക്കും. പഠനകാലത്ത് തന്നെ they will find time for searching internship. They will contact the company and they will arrange a company internship and they will go for the internship during the summer holidays. അത് 1 മാസം 2 മാസം അവർ പോയിരിക്കും. അവർക്കാണ് ക്യാമ്പസിലൂടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ബിടെക് കോഴ്സ് എവിടെയും ലാഗ് ചെയ്യില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകും. സ്ട്രിക്റ്റായി കലണ്ടർ ഫോളോ ചെയ്യും. അക്കാഡമിക് കലണ്ടർ നിങ്ങൾക്ക് KTUവിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്തിട്ട് അതിൻ്റെ കോപ്പി സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ ഒട്ടിച്ച് വെക്കണം. ആൻഡ് യു മസ്റ്റ് ഫോളോ യുവർ സെമസ്റ്റർ അക്കോർഡിംഗ് ടു ദാറ്റ് കലണ്ടർ. നന്നായിട്ട് അത് വെച്ചിട്ട് സെമസ്റ്റർ പ്ലാൻ ചെയ്യണം. തുടക്കം നന്നാവട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്. സീ യു അഗെയിൻ.